നെറികേടിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ കേരളീയ രാഷ്ട്രീയത്തെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഒരിക്കല് ഗാന്ധിജിയെ കൊന്ന കൊലയാളി ചെയ്തത് വെറും അദ്ദേഹത്തെ ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൂടെയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. സന്ദീപ് വാര്യറിന്റെ ഒരു പുതിയ പ്രസംഗം സോഷ്യൽ മീഡിയകളിൽ വല്ലാതെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ആദ്യമായി സന്ദീപ് വാര്യരുടെ ആ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം. ആ സന്ദർശനം എന്ന് പറയുന്നത് എന്നോട് പലരും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേർന്ന ഉടനെ പാണക്കാട്ട് തങ്ങളെ കാണാൻ പോയി? ആദ്യം ചോദിച്ചത് എന്റെ പഴയ പ്രസിഡന്റാണ് സുരേന്ദ്രൻ. എന്നിട്ട് സുരേന്ദ്രൻ കുറെ കണക്ക് പറഞ്ഞു, നിങ്ങൾ അയാളെ കണ്ടോ, നിങ്ങൾ ഇവരെ കണ്ടോ, നിങ്ങൾ അവരെ കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പാണക്കാട് പോയി മാധ്യമങ്ങളെ കണ്ടപ്പോ പറഞ്ഞു, സുരേന്ദ്രേട്ടൻ തലേ ദിവസം ആശംസിച്ചത് സന്ദീപിന് UDF വലിയ കസേര കിട്ടട്ടെ എന്ന്, വലിയ കസേര കിട്ടട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ പാണക്കാട് വന്ന് കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന സമയത്ത് തങ്ങളുടെ അടുത്ത് എനിക്കൊരു കസേര കിട്ടിയിട്ടുണ്ട്, അതിനും വലിയ കസേരയൊന്നും എനിക്ക് കിട്ടാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനും വലിയ പാലക്കാട്ടെ വലിയ തങ്ങളുടെ സ്നേഹം സന്ദീപ് വാര്യർ നേരിട്ട് പോയി ആസ്വദിച്ചത് കൊണ്ടാണ്, അനുഭവിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. അതെ, പാണക്കാട് കുടുംബം എപ്പോഴും അങ്ങനെയാണ്. അവിടെ കറുപ്പെന്നോ വെളുപ്പെന്നോ ദരിദ്രനെന്നോ മുതലാളിയെന്നോ ഒന്നും വ്യത്യാസമില്ല. അവിടെ ആര് ചെന്നാലും ഇരു കൈയോടുകൂടി സ്വീകരിക്കുന്ന ഒരു വലിയ തറവാടുണ്ടെങ്കിൽ അത് പാണക്കാട് തങ്ങളുടെ തറവാട് തന്നെയാണ്. സമീപകാലത്ത് നിരവധി രാഷ്ട്രീയ വിവാദങ്ങളും അതുപോലെ തന്നെ തങ്ങളുടെ ഉയർച്ച കണ്ട് അസൂയപ്പെട്ടവർ പല വിധേനെ ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെ ആ ഒരു പവിത്രതയെ കളങ്കപ്പെടുത്താൻ നോക്കി. പക്ഷേ ഈ ഒരു ആക്ഷേപവും ഈ ആരോപണങ്ങളെല്ലാം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ മുതൽ ശിഹാബ് തങ്ങൾ മുതൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ അവർക്ക് നേരെ ഉന്നയിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന പാണക്കാട് തങ്ങന്മാരുടെ സ്നേഹം പറ്റിയ ഒരുപാട് ആളുകൾ നെഞ്ചും വിരിച്ചുകൊണ്ട് അതിനെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതെ, പാണക്കാട് കൊടപ്പനക്കൽ തറവാടെന്ന് പറയുന്നത് സഹായവുമായി ചെന്നവർക്ക് നിരാശരാകേണ്ടി വന്ന ഒരു തറവാട് വീടല്ല. അവിടെ ആര് ചെന്നാലും അർദ്ധരാത്രി എത്ര പിന്നിട്ടാലും ആ പൂമുഖത്തേക്ക് ചെന്നവർക്ക് തിരിച്ചു വരുമ്പോ ഒരു പുഞ്ചിരിയുമായിട്ടാണ് എല്ലാവരും തിരിച്ചു വരാറ്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വളരെ രാഷ്ട്രീയത്തിലെ ഒരു നല്ലൊരു നേതാവ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ സമ്മതിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത്, തങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് വിടുന്നവർ, തങ്ങൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ വേദനിപ്പിക്കുന്നവർ ആദ്യം പോകേണ്ടത് പാണക്കാട് തന്നെയാണ്. ആ വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് നിങ്ങളൊന്ന് സംസാരിച്ചാൽ, അവിടുത്തെ പുഞ്ചിരി കണ്ടാൽ, തങ്ങളുടെ വളരെ ചുരുങ്ങിയ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അസൂയയും എല്ലാ കുശുമ്പും അതോടുകൂടി മഞ്ഞലിയുന്നത് പോലെ അലിഞ്ഞു പോകുമെന്നുള്ളതാണ്. പാണക്കാട് അവിടെ മുസ്ലിമെന്നോ അവിടെ ഹിന്ദുവെന്നോ ക്രിസ്തുവെന്നോ ഒന്നും അവിടെ വ്യത്യാസമില്ല എന്നുള്ളതും പാണക്കാടിനെ മറ്റുള്ളവരിൽ നിന്നും വ്യതിരക്തമാക്കുകയാണ്. പാണക്കാട്ടെ മുറ്റത്ത് സുന്നിയോ മുജാഹിദോ തബ്ലീഗോ ജമാഅത്തോ ഒന്നുമില്ല. അവിടെ ആര് ചെന്നാലും അവരെ സ്നേഹത്തോടു കൂടി ഒരു മനുഷ്യൻ എന്ന പരിഗണന നൽകിക്കൊണ്ട് അതിന് കീഴിൽ എല്ലാവരെയും തങ്ങന്മാർ സ്വീകരിക്കൽ അവരുടെ പതിവും അവരുടെ പാരമ്പര്യവുമാണ്. അപ്പോ അതിനെ തകർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ആരോപണങ്ങളായിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് പിന്നിൽ വലിയൊരു സ്നേഹത്തിന്റെ വലയമുണ്ട്. പാണക്കാട് തങ്ങളെ ഹൃദയത്തിലേറ്റി നടക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട് പാണക്കാട് തങ്ങൾക്ക് കീഴിൽ. അതിനേക്കാളൊക്കെ അപ്പുറം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി തങ്ങളും ഉമർ അലി തങ്ങളും അതുപോലെ തന്നെ പൂക്കോയ തങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള അതേ വഴിയെ തന്നെയാണ് അവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അന്ത്യനാൾ വരെ അത് തുടരുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.